സർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ചെരുപ്പെറിഞ്ഞ രാകേഷ് കിഷോർ, ഇയാൾ സവർണനാണ് എന്ന് പറഞ്ഞിട്ട് വലിയ ആക്ഷേപമുണ്ട്. അപ്പോൾ സവർണൻ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് നേരെ ഷൂസ് എറിഞ്ഞു, അങ്ങനെയാണോ സംഭവം? അതായത് ഇപ്പോൾ ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകൾ, ജിഹാദികൾ, ഇവരിങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഈ ദളിതരെ മുഴുവൻ ഒരു വോട്ട് ബാങ്കായി കണ്ടിട്ട് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ കൊണ്ടുവരും. ബ്രാഹ്മൺ ഹെജിമണി ഇല്ലേ, സനാതനികൾ. ഇപ്പോഴും ഈ ചെരുപ്പെറിഞ്ഞ ആൾ സനാതനി ആയതുകൊണ്ടാണ് BR ഗവായി ചീഫ് ജസ്റ്റിസിനെതിരെ. BR ഗവായി ബുദ്ധമതക്കാരനാണ്, ദളിതാണ്. അതുകൊണ്ട് സനാതനികൾ അദ്ദേഹത്തിനെതിരെ, ഈ ബ്രാഹ്മൺ ഹെജിമണിയുടെ പിന്നണി പ്രവർത്തകർ ആണ് ഈ ചെരുപ്പറിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവായി നേരത്തെ വിഷ്ണുവിനെ പറ്റി ഇല്ലേ, നിങ്ങൾ വിശ്വാസിയല്ലേ, അവിടെ പോയി വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു പശ്ചാത്തലം കിടക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ഈ ടൂൾ കിറ്റുകൾ ഉണ്ടല്ലോ, അജണ്ട ആയിട്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് വലിയ പ്രഹരമാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പെറിഞ്ഞ രാകേഷ് കിഷോറും ദലിതനാണ്. അപ്പൊ സവർണനാണെന്നുള്ള വാദം പൊളിയുക. അതായത് ഇവരെപ്പോഴും ആരുടെയെങ്കിലും ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇയാൾ സവർണനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ആസിഫ് അലിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായത് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ ഇല്ലേ. രമേശ് നാരായണൻ അദ്ദേഹത്തിന് എന്തോ കൊടുക്കാതിരുന്നതോ മാറിക്കളഞ്ഞതോ കൊടുത്തില്ല. അത് മറ്റേ രമേശ് നാരായണൻ സനാതനി ആയതുകൊണ്ടും സവർണനായതുകൊണ്ടുമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കാൻ നോക്കി. സംഗതി പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞുപോയി. രമേശ് നാരായണൻ മറ്റേ ബ്രാഹ്മണനും എല്ലാം ഒന്നുമില്ല, അദ്ദേഹം ഇല്ലേ പിന്നോക്ക സമുദായത്തിൽ പെട്ട ആളാണ്. ഇതേപോലത്തെ ഒരു അജണ്ടയാണ് ഈ പൊളിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുമായി നടന്ന പ്രത്യേക അഭിമുഖത്തിലാണ് രാകേഷ് കിഷോർ അദ്ദേഹം ദലിതാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ BR ഗവായിയെ ചെരുപ്പ് എറിയാനായിട്ട് ഇദ്ദേഹം രാകേഷ് കിഷോർ ഊരിയത് ഒക്ടോബർ 6-ാം തീയതി ആണ്. അപ്പോൾ ഇത് കാസ്റ്റീസ്റ്റ് അറ്റാക്ക് ആണെന്നാണല്ലോ ഇടതുപക്ഷവും ജിഹാദികളും പറഞ്ഞത് ഇല്ലേ. ജാതിപരമായ ആക്രമണമാണ് എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോഴാണ് ഇപ്പോൾ ഊരിയാളും ദലിതാണെന്നുള്ള വിവരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ രാകേഷ് കിഷോർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അത്രയും ബുദ്ധനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെ വിരളമായിരിക്കും. എന്നിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് ബുദ്ധ ഭഗവാൻ. ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള ദലിതനാണ് രാകേഷ് കിഷോർ. അപ്പോൾ മയൂർ വിഹാർ എക്സ്റ്റൻഷനിൽ ഡൽഹിയിലാണ് താമസിക്കുന്നത്. സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. ഒരുപക്ഷെ ഇദ്ദേഹവും ദലിതനാണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കൊണ്ടായിരിക്കാം നടപടിയൊന്നും വേണ്ട എന്ന് BR ഗവായി നടപടിയൊന്നും വേണ്ട എന്ന് വെച്ച് മാറിയല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ജനങ്ങൾക്ക് പലതും അറിയില്ല. ഞാനും ദലിതനാണ്, ഞാൻ രാകേഷ് കിഷോറാണ്, ഞാൻ രാകേഷ് പാണ്ഡെയല്ല, ഞാൻ രാകേഷ് തിവാരിയല്ല, ഞാൻ രാകേഷ് ഗുപ്തയല്ല, ഞാൻ രാകേഷ് ജയ്സ്വാളല്ല, ഞാൻ രാകേഷ് കിഷോറാണ്. അദ്ദേഹം പറയാണ്, ജാതി സർട്ടിഫിക്കറ്റ് ഞാൻ ആർക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, മറ്റ് രേഖകളും കാണിച്ചു തരാം, ഞാൻ ദലിതനാണ്, രാകേഷ് കിഷോർ പറയുന്നു. ഹിന്ദുക്കളിൽ നിന്ന് സ്വയം മാറി ചിന്തിക്കുന്ന ചിലരുണ്ട് ഈ ദലിത് എന്ന് പറയുന്നത്. അങ്ങനെ ചില ആളുകളുടെ നിലപാടുകളിൽ ഞാൻ ദുഃഖിതനാണ്. അവരാണ് എൻ്റെ വീട് വളഞ്ഞത്, അറിയാതെയാണ് വളഞ്ഞത്, അവർ അപകടകാരികളാണ്. എൻ്റെ അത്രയും ബുദ്ധമതം അറിയാവുന്നവർ ഇവിടെ കാണില്ല. ഗൗതമ ബുദ്ധൻ ഹിന്ദു മതത്തിനെ അപമാനിച്ചില്ല, ഹിന്ദു മതത്തിന് വിരുദ്ധമായി ബുദ്ധൻ ഒന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധനും ജനിച്ചതല്ലേ ഹിന്ദു മതത്തിലെ ക്ഷത്രിയനായിരുന്നു ബുദ്ധൻ. അദ്ദേഹം പിന്നെയല്ലേ സ്ഥാപിക്കുക, അദ്ദേഹം ജനിച്ച മതത്തിനെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മുഴുവൻ അങ്ങനെ ബുദ്ധമതക്കാരായിട്ട് മാറിയതുമില്ലല്ലോ അല്ലേ. അപ്പോൾ ബുദ്ധിസം നമ്മുടെ
നാട്ടിൽ നിന്ന്, നമ്മളിൽ നിന്നുണ്ടായതാണ്. അദ്ദേഹം പറയാണ് ഹിന്ദുക്കളിൽ നിന്നുണ്ടായതാണ്. നമ്മുടേതായ വൻവൃക്ഷത്തിലെ ഒരു ശാഖ ആണ് ബുദ്ധമതം. ഞാൻ ബുദ്ധനെ ആദരിക്കുന്നു, ഞാൻ ബുദ്ധനെ പറ്റി വായിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഞാൻ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഗവായി മാത്രമല്ല ബുദ്ധിസ്റ്റ്, എനിക്കും ഇതൊക്കെ അറിയാം എന്നാണ് രാകേഷ് കിഷോർ പറയുന്നത്. ഈ ബുദ്ധമതക്കാരനായിട്ട് ഇന്നലെ ഗവായി തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സുപ്രീം കോടതി ജഡ്ജി ആയത്. ഗവായി തുറന്നു പറഞ്ഞു. ഇന്നലെ ഗവായി തുറന്നു പറഞ്ഞു. കാരണം ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം ബുദ്ധമതക്കാരനാണല്ലോ, ബുദ്ധമതം ന്യൂനപക്ഷമല്ലേ, അതെ, പിന്നെ എങ്ങനെയാണ് ഈ ജാതിവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇല്ല, ഞാൻ ജാതി സംവരണത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാകേഷ് കിഷോർ പറയാണ്, വിഷ്ണുവിനെ പറ്റി ഈ മോശം പറഞ്ഞപ്പോൾ, ഗവായി അപമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഹിന്ദു വിരുദ്ധതയാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന് ഹിന്ദുക്കളോടുള്ള രോഷം, എതിർപ്പ്, ഇതൊക്കെയാണ് പുറത്തു വന്നത്. സനാതന ധർമ്മത്തോടുള്ള എതിർപ്പ്, ഹിന്ദുക്കളോടുള്ള എതിർപ്പ്, ഇതാണ് പുറത്തു വന്നത്. അതാണ് എന്നെ ശുഭിതനാക്കിയത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ദയ കാട്ടിയത് എന്തുകൊണ്ടാണ് എന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും നഷ്ടപ്പെടുന്നത്, അത് അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. ബാർ കൗൺസിൽ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കി. പിന്നെ കരിയറിൽ, അപ്പോൾ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കരിയറല്ലേ പോയുള്ളൂ, എൻ്റെ ജീവൻ പോയിട്ടില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, ദൈവം പറഞ്ഞത് ഞാൻ ചെയ്തു, ഞാൻ തന്നെത്താനെ ചെയ്തതല്ല, ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ്, എനിക്കതിൽ ഖേദമില്ല, ഞാൻ കുടിച്ചിരുന്നൊന്നുമില്ല, എനിക്ക് സ്വബോധം ഉണ്ടായിരുന്നു, ഞാൻ സ്വബോധത്തോടെ ചെയ്തതാണ്, ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി ചെയ്തതാണ്, ദൈവാനുഗ്രഹത്തോടുകൂടി ഹിന്ദുക്കൾ ഉണരുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും മക്കളോട് പറയൂ, ഉടഞ്ഞ വിഗ്രഹങ്ങളെയൊക്കെ നമ്മൾ പുനരുദ്ധരിക്കുക, ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കുക, സർക്കാരിൽ നിന്നുള്ള പണമൊന്നും നമ്മൾ വാങ്ങിക്കണ്ട, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി വാങ്ങിക്കുക, എന്നിട്ട് ഇതൊക്കെ പുനരുദ്ധരിക്കുക. ഞാൻ തീ വയ്ക്കാറില്ല, ആക്രമിക്കാറില്ല, ഞാൻ റോഡ് തടയാറില്ല, നിയമപ്രകാരം മതി, എനിക്ക് ചാകുന്നതിന് മുമ്പ് സനാതനധർമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ ചെയ്തത്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ASIയുടെ അനുമതി വേണ്ട സ്ഥലമാണത്. അതാണല്ലോ ഗവായി പറഞ്ഞത്. ഖജുരാഹോയിലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ തല മുഗളന്മാര് ഛേദിച്ചു കളഞ്ഞു. അപ്പൊ അത് ASIയുടെ സംരക്ഷണത്തിലാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ ഗവായി പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, ASIയിൽ നിന്ന് നമുക്ക് അനുമതി നിയമപ്രകാരം തേടാം, അങ്ങനെ നമുക്ക് സനാതന ധർമ്മത്തിനെ ഉണർത്താം. അതാണ് രാകേഷ് കിഷോർ പറയുന്നത്. ചെറിയ ആവശ്യമാണ്. പിന്നെ നമ്മൾ നേരത്തെയും ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതിയുടെ ഒരു ഡെക്കോറം ഉണ്ട്. അതുകൊണ്ട് ഈ രാകേഷ് കിഷോർ ചെയ്തതിനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബുദ്ധമതത്തിൽ ദലിതരുണ്ടോ? ബുദ്ധമതത്തിന്റെ ആളല്ലേ ഗവായി. ബുദ്ധമതത്തിൽ ദലിതരുണ്ടോ? ഒരു ചോദ്യമാണല്ലോ. ഒരു ചോദ്യമാണ്. ഹിന്ദു മതത്തിലല്ലേ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ടല്ലേ സംവരണം ഭരണഘടനയിൽ നടപ്പാക്കിയത്. 1956 സിഖുകാർക്ക് സംവരണം കൊടുത്തു. മനസ്സിലായില്ലേ? അതായത് സിഖ് മതം ഒരാൾ സ്വീകരിച്ചെങ്കിൽ മുമ്പ് അയാൾ ദലിത ആണെങ്കിൽ അയാൾക്കും ദലിതാനുകൂല്യം കിട്ടും എന്ന് 1956 നിയമം പാസാക്കി. 1990 ഒരു ഭേദഗതി വന്നു. അത് പ്രകാരം ഒരാൾ ബുദ്ധമതത്തിൽ ചേർന്നു എന്നിരിക്കട്ടെ, അയാൾ മുമ്പ് ദലിതായിരുന്നെങ്കിൽ അയാൾക്ക് ദലിത് സംവരണത്തിന് അർഹതയുണ്ട് എന്ന് 1990 ഒരു ഭേദഗതി വന്നു. ആ ഭേദഗതി അനുസരിച്ചിട്ട് ആണ് ഈ ഗവായിയെ പോലുള്ള ആളുകൾ ദലിത് സംവരണം, ബുദ്ധമത അനുയായികളാണെങ്കിലും ഈ ദലിത് സംവരണമായിട്ട് നടക്കുന്നത്. അപ്പോൾ ബുദ്ധമതവും പറയാം, ദലിത് സംവരണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബുദ്ധമതം പറഞ്ഞുകൊണ്ട് നടക്കാം. ഇതാണ് ഗവായ് ചെയ്യുന്നത്. ഒരു ഇരട്ട വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.